ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തറയിൽ അത്തച്ചമയ ഘോഷയാത്ര ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുകയാണ്. നേരത്തെ മിഥുൻ മുരളിയാണ് അവിടുത്തെ ആവേശക്കാഴ്ചയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ഞാൻ മനസ്സിലാക്കുന്ന മിഥുന പ്രധാനപ്പെട്ട വേദിയുടെ മുന്നിലാണ് ഉള്ളതെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എപ്പോഴാണ് ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നടക്കുക? അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? ആരൊക്കെ വിശിഷ്ട വ്യക്തികളാണ് ഈ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന വേദിയിലേക്ക് എത്തുക? ഗൗതം, ഇനി അല്പസമയം മാത്രമേ ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ. മുഖ്യമന്ത്രിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തച്ചമയ ഘോഷയാത്ര നടക്കേണ്ട ഉദ്ഘാടന വേദിക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വേദിയിൽ വിശിഷ്ടാതിഥിയായിട്ടുള്ള നടൻ ജഗദീഷ് എത്തിയിട്ടുണ്ട്, അനൂപ് ജേക്കബ് എത്തിയിട്ടുണ്ട്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ടുള്ള അനൂപ് ജേക്കബ് എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ് MP എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ നഗരസഭ അധ്യക്ഷനായിട്ടുള്ള PL ബാബു എന്നിവരടക്കമുള്ളവരും കൗൺസിലർമാരും എല്ലാം ഇപ്പോൾ വേദിയിൽ നിറഞ്ഞു കഴിഞ്ഞു. വേദിക്ക് മുൻപിൽ ഇപ്പോൾ ഇതാ പഞ്ചവാദ്യം ആരംഭിച്ചു. ഇത് ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഒരു ആദ്യ ഘട്ടമാണ്. അതിൻ്റെ ആ പഞ്ചവാദ്യം ആരംഭിച്ച് ആ പഞ്ചവാദ്യം പൂർത്തിയാകുന്നതോടുകൂടി ഒപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു പതാക ഉയർത്തലും ഉദ്ഘാടനവും എല്ലാം നടക്കുമെന്നുള്ളതാണ്. എല്ലാവരും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇത്തവണത്തെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഈ തൃപ്പൂണിത്തറയുടെ മണ്ണിൽ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇത്തവണത്തെ ഓണാഘോഷങ്ങൾക്ക് ആരംഭമാവുകയാണ്. ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നിശ്ചല ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സുകളെല്ലാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം വാമനവേഷം ധരിച്ച വ്യക്തി ഏറിയാണ്. സ്ഥിരം വാമനവേഷം ധരിക്കാറുള്ളതാണ്. ഞാൻ കഴിഞ്ഞ തവണയും കണ്ടിട്ടുണ്ട്. എന്താണ് പേര്? എവിടുന്നാണ്? സ്ഥിരമായി ഇവിടെ മാത്രമാണോ അതോ മറ്റിടങ്ങളിലും ഇതുപോലെ ഇത്തവണത്തെ ഓണത്തെ കുറിച്ച് എന്താണ്? ഇത്തവണത്തെ ഓണത്തിലുള്ള പ്രതീക്ഷകളൊക്കെ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വേഷങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. കുറെ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാണോ? ഈ ഓണം എത്രത്തോളം കളറാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ ഓണം എല്ലാ വർഷത്തെക്കാളും കളർഫുൾ ആയിരിക്കും. കാരണം പുതിയ പുതിയ വിവിധ കലാരൂപങ്ങൾ ഇപ്രാവശ്യം എൻട്രി ആയിട്ടുണ്ട്. അതായത് 2000-ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയ ഒരു ഉത്സവമാണ് തൃപ്പൂണിത്തുറക്കാരുടെ ഈ അത്തച്ചമയ ഘോഷയാത്ര. അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറ തുടങ്ങുന്നു. എത്ര നാളായി അത്തച്ചമയ ഘോഷയാത്ര? ഞാൻ 20 വർഷമായി ഞാൻ കാണുന്നു. 20 വർഷം. ഈ ആദ്യം കണ്ട അത്തച്ചമയ ഘോഷയാത്രയും ഇപ്പോഴത്തെ ഘോഷയാത്രയും തമ്മിലുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പൊസിഷൻ സാങ്ങാനുള്ള കലാരൂപങ്ങൾ കൂടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ സാങ്കേതിക വശങ്ങൾ ഇപ്പൊ ടെക്നോളജി വികസിച്ചപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള വികസനം വന്നിട്ടുണ്ട്. ഗംഭീരായി ഓരോ വർഷവും ഗംഭീരായി വരികയാണ്. അന്ന് പണ്ട് ഒരു ചടങ്ങ് മാത്രമായിരുന്നു. ശക്തനമ്പുരാന്റെ ആണല്ലോ ആ കാലത്ത് ചടങ്ങ് മാത്രമായിട്ട്. പിന്നെ തൃക്കാക്കര വാമനമൂർത്തി അമ്പലത്തോടാണ് അവിടെ അനുബന്ധമായിട്ടാണ് ഈ അത്താഘോഷ യാത്ര നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഉത്സവം ആദ്യത്തെ ഉത്സവം ആരംഭിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ഇവിടുന്ന് തുടങ്ങുകയാണ് ഇനി ഓണോത്സവം. അതാണ് എല്ലാവരും ഈ ഓണക്കാലത്തെ ഇന്നത്തോടുകൂടി, അതായത് ഇന്ന് നമ്മുടെ എല്ലാ വീടുകളിലും അത്തപ്പൂ ഒരുങ്ങി കാണും. കാരണം പൂക്കളം ഒരുക്കിക്കൊണ്ട് ഈ ഓണത്തിന് സ്വാഗതം ഓതി കാണും. ഇപ്പോൾ ഈ അതിനേക്കാൾ മനോഹരമായ ഒരു വലിയ ഉത്സവത്തിന്റെ പ്രതീതിയിലേക്ക് ഓണാഘോഷങ്ങൾ കടക്കുകയാണ്. ഇവിടെ വേദിയിലെല്ലാം പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ എത്തി തുടങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിന് 9:30 ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇനി 10 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഉദ്ഘാടന ചടങ്ങ് ഉടൻ തന്നെ ആരംഭിക്കും. ഗൗതം, ഓക്കെ, അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രിയാണ് ഈ തവണത്തെ തൃപ്പൂണിത്തറയിലെ അത്തച്ചമയ ഘോഷയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുക.